പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മലയാളക്കരയാകെ ഒരു ചക്രവർത്തിയെ തേടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രുചിയുടെ ഒരു ചക്രവർത്തിയെ തേടിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം പഴയിടം നമ്പൂതിരി. നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുമേനി നമസ്കാരം. നമസ്കാരം. ഈ ഓണമെന്ന് പറയുമ്പോൾ തന്നെ സദ്യയാണല്ലേ. ഓണത്തിന് സദ്യ ഇല്ലാതൊരു കളിയില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓണക്കാലത്ത് പ്രേക്ഷകരെ കൂട്ടി ഞങ്ങൾ സദ്യയുടെ തമ്പുരാൻ്റെ അടുക്കലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. ശരിക്കും ഈ ഓണത്തിന് നമ്മുടെ മാവേലി തമ്പുരാനെയാണ് വരവേൽക്കുന്നത് എല്ലാവരും. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് പഴയിടം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ചക്രവർത്തി എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞു. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പഴയിടം നമ്പൂതിരിയാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ശരിക്കും ഒരുപാട് നമുക്കിപ്പം മലയാളികളെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും തിരുമേനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ ഓണക്കാലത്ത് കുറച്ച് വിശേഷങ്ങളുമായി ഒരല്പനേരം നമ്മളോടൊപ്പം ചേരാനാണ് സ്വാഗതം ചെയ്യുന്നത്. ശരിക്കും തിരുമേനി ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ മാവേലി, അതുപോലെ സദ്യ, ഊഞ്ഞാൽ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് ഒരു സദ്യയെക്കുറിച്ച് തന്നെ അറിയാൻ, അല്ലെങ്കിൽ ആ വിഭവ സമൃദ്ധിയെക്കുറിച്ച് അറിയാൻ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും ഓണം എന്ന് കേൾക്കുമ്പോൾ തിരുമേനിക്ക് ആദ്യം ഒന്ന് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്? ആദ്യം ചെറുപ്പകാലങ്ങളിൽ ഓണപ്പൂക്കളും ഓണക്കോടിയുമാണ്. സദ്യക്കിപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ, അതായത് എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ 58, 65, 70 കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പോൾ അന്നൊന്നും ഈ സദ്യ ഒന്നും ഇത്രമാത്രം അങ്ങോട്ട് എലാബറേറ്റ് ആയിട്ടില്ലല്ലോ. സദ്യ ഉണ്ടെന്നുള്ളതിനപ്പുറം വീട്ടിലെല്ലാവരും ഒത്തുകൂടലും അവിടെ കിട്ടുന്ന പരിമിതമായ വിഭവങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് 3-4 വിഭവങ്ങളും, പിന്നെ ഒരു പായസവും, പിന്നെ നമുക്കൊരു ഓണക്കോടി കിട്ടും, പിന്നെ പൂക്കളം ഒരുക്കലും, ഇതൊക്കെ തന്നെയായിരുന്നു ചെറുപ്പകാലത്തെ ഓണത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും. അത് വളരെ നൊസ്റ്റാൾജിക് ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ. സദ്യ ഇൻസ്റ്റൻ്റ് ആണ്. പൂക്കൾ പോലും, കാരണം വരച്ചിട്ട് പൂക്കളം കിട്ടും, വീട്ടിൽ തന്നെ വെച്ചാൽ മാത്രം മതി. അതുപോലെ ഓണത്തപ്പന ഇൻസ്റ്റന്റ് ആണ്, കാറ്റടിച്ച് കയറ്റി വയ്ക്കും. അതെ, തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും തിരുമേനിയുടെ ചെറുപ്പത്തില് ഈ സദ്യ എന്ന് പറയുന്നൊന്നുമില്ല. ശരിക്കും അന്ന് ഒരു വിഭവം ഉണ്ടാക്കി, അല്ലെങ്കിൽ നമുക്കൊരു നിറവ് വരുന്നത് തന്നെ ഈ ഓണക്കാലത്താണ്. ശരിക്കും വീടുകളിൽ നമ്മളല്ലേ അത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം, മിഥുനം കർക്കിടക, അന്ന് മിഥുനത്തിലും കർക്കിടകത്തിലും തോരാ മഴയായിരുന്നു. ഒരു വറുതിയുടെ കാലമാണ്. പിന്നെ അതിനൊപ്പം വസന്തകാലത്തിലേക്കുള്ള കടന്നുവരവും, അതോടൊപ്പം തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടക്കുന്ന ഒരു കാലങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഈ ചിങ്ങമാസത്തിൻ്റെ ആദ്യം അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ അവസാനം ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഈ നിറ മഹോത്സവം നടത്തണത്. അത് നിറ എന്ന് പറഞ്ഞാൽ നിറപുത്തരി നടത്തുമ്പോൾ പുതിയ നെല്ല് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നെല്ല് കൊയ്ത് കിട്ടുന്ന ആ ഒരു ആഘോഷവും സമൃദ്ധിയുടെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വരവേൽക്കൽ കൂടിയായിരുന്നു ശരിക്കും ഓണക്കാലം. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഓണമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു നിറവോട് കൂടി കഴിക്കുന്ന ഒരു കാലഘട്ടം. അതെ, കഴിക്കുന്നത്. കാരണം അന്ന് എല്ലാവരും ആഘോഷത്തിൻ്റെ കാലങ്ങളാണല്ലോ ഓണം. ഒന്നില്ലെങ്കിലും 10 ദിവസത്തെ ഈ ഓണം എല്ലാവരും ഓണത്തിൻ്റെ പുറകെ ഓണപ്പാച്ചിൽ. പണ്ടൊക്കെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശൈലി തന്നെ ഉണ്ടായിരുന്നു. ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കാൻ അവസാന നിമിഷത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഓടിപ്പിടിച്ച് കണ്ടെത്തി കൊണ്ടുവരുന്ന സാധനങ്ങളും ഓണക്കോടികൾ, അതിനൊക്കെ ഒരു എന്താ പറയുക, വളരെ ഒരു ജെനുവിനായിരുന്നു. ഈ കോട്ടയം എന്ന് പറയുന്ന ഒരു വലിയ ജില്ലയാണ്. ആ ജില്ലയിലൊരു വളരെ ചെറിയ ഒരു സ്ഥലത്തെ ഒരു കുടുംബ പേര് ഇന്ന് ലോകത്ത് മൊത്തം അറിയപ്പെടുന്ന ഒരു നാമമാക്കി മാറ്റി. അതാണ് ഈ പഴയിടം. ശരിക്കും അത് കുടുംബ പേരാണല്ലോ. കോട്ടയം ജില്ലയിലെ ഉഴവൂരിനടുത്ത കുറിച്ചിത്താനം എന്ന സ്ഥലത്തെ പഴയിടം എന്നുള്ള വീട്ടുപേരാണ്. പക്ഷേ ഈ മണിമലയ്ക്കപ്പുറം പഴയിടം എന്നുള്ള സ്ഥലമുണ്ട്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതാണോ പഴയിടം? അങ്ങനെയല്ല, അതല്ല, ഇത് തന്നെയാണ് പഴയിടം എന്ന് പറയുന്നത് അങ്ങയുടെ കുടുംബ പേര് തന്നെയാണ്. തിരുമേനി, നമ്മളിനി ഓണവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. ഇച്ചിരി പേഴ്സണലാണ്, എന്നാലും ഈ ഞാൻ കേട്ടതാണ്, എത്രത്തോളം ശരിയാണെന്നറിയില്ല. ശരിക്കും അങ്ങയുടെ ബാല്യം എന്ന് പറയുന്നത് ഇന്നത്തെ അത്ര വലിയ കളർഫുൾ ഒന്നും അല്ലായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും എന്റേന്ന് മാത്രമല്ല, എല്ലാവരുടെയും ബാല്യങ്ങൾ അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നില്ല, കളർഫുൾ ആയിരുന്നില്ല. എന്താ വെച്ചാൽ ദാരിദ്ര്യം കൊണ്ടെന്നുള്ളതല്ല, പക്ഷെ നമ്മളൊരു ഇന്നത്തെ പോലുള്ള ഒരു അടിച്ചുപൊളി സ്ഥലമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു കാലഘട്ടം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഫിസിക്സിലാണ് എനിക്ക് തോന്നുന്നു ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എത്തി നിൽക്കുന്നത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കാണ്. ജൈവശാസ്ത്രവും ജീവശാസ്ത്രവും ഒന്നിച്ച് വെച്ചിരിക്കുക ആണല്ലേ. അതെങ്ങനെയായിരുന്നു? ഒരു വലിയൊരു കൺവേർഷനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് കാലങ്ങളിൽ ഈ ജോലിക്കൊക്കെ വേണ്ടി നടന്നു കിട്ടിയില്ല. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ പാചകരംഗത്തേക്ക് മാറാനായിരുന്നു താല്പര്യം. അങ്ങനെ പാചകരംഗത്തേക്ക് മാറി എന്നുള്ളൂ. മാറി എന്നുള്ളതല്ല, അത് 1-2 സ്ഥലത്ത് പോയി വെറുതെ പാചകക്കാരൻ്റെ കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് റിസ്ക് തോന്നിയെങ്കിലും പിന്നീട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്താ വെച്ചാൽ, ഞാൻ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി എന്ന് പറഞ്ഞ വലിയൊരു പാചകക്കാരനാണ്. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, കുറച്ച് പ്രായമായത് മാത്രം.
അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടുതൽ ആ സമയത്ത് പാചകത്തിന് ജോലിക്ക് കൂടി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന ആൾക്കാരുടെ മുഖത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എത്രയായാലും ഒരു സ്ഥലത്തും കാണാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു പോകുന്ന ആ ഒരു രംഗമൊക്കെ മനസ്സിലോർത്തപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി അങ്ങനെയാണ് പാചകരംഗത്തേക്ക് വന്നത്. അതിൽ അറിയാതെ എങ്ങനെ വന്നു പെട്ടു, അതിലും അറിയാതെ തന്നെ എൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഈ തിരുമേനിയുടെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, ഈ രണ്ടാം ഊഴത്തിന് വലിയൊരു സ്വാധീനമുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലില്ല, അന്നത്തെ കാലഘട്ടങ്ങളിൽ ജോലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകാനായിട്ട് കിട്ടിയൊരു വഴി എന്ന് പറയുന്ന വായനയാണ്. അപ്പോൾ വായനയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു പത്മശ്രീ എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ എല്ലാ ബുക്സും വായിച്ചിട്ടുണ്ട്, എല്ലാ ബുക്സിലും കളക്ഷനുണ്ട്. അതിൽ തന്നെ എന്നെ ഏറ്റവും അധികം ഹോണ്ട് ചെയ്തിരുന്ന രണ്ടാം ഊഴാണ്. അതിൽ ഓരോ വാചകങ്ങളും നമുക്ക് അറിയാതെ തന്നെ പലതവണ വായിച്ചും കേട്ടും ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. തിരുമേനി എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ പറയാം, എൻ്റെ സ്ഥലം കുറിച്ചിത്താനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, കുറിച്ചിത്താനം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അവിടെ വല്ലപ്പോഴും ഒരിക്കലും നാമം ജപിക്കാൻ വന്നെത്തുന്ന 10, 25, 50 ആൾക്കാർക്ക് അവിടുത്തെ തടപ്പള്ളിയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടായിരുന്നു എൻ്റെ പാചക ജീവിതത്തിൻ്റെ തുടക്കം. പിന്നെ അതിൻ്റെ ഒരു ഗ്രേസ് എന്തായാലും എൻ്റെ ജീവിതയാത്രയിൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. അത് മാത്രമേ എനിക്ക് വിശ്വാസമായിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ള ചോദിച്ചാൽ എനിക്കും അറിയില്ല, പക്ഷെ അതൊരു ഗ്രേസാണ്. ഈ ഓണക്കാലത്ത് വന്നപ്പോഴേ പറഞ്ഞു തിരുമേനി ഇങ്ങനെ നിർത്തി കാണാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ശല്യം ഒരു വാചക കലവറയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് എനിക്കൊന്ന് താൽക്കാലികമായ ഒരു തൽക്കാലത്ത് 2-3 ദിവസത്തേക്ക് ഒരു സംവിധാനത്തിലുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൂടെയാണ് കടന്നു പോകേണ്ടത്. കാരണം തിരുമേനി ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ കലകളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. തിരുമേനിയുടെ കലകൾ എന്ന് പറയുന്നത് പാചകകല തന്നെയാണ്. അപ്പൊ അതിനാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം അല്ലേ? ഓക്കെ. ഇത് ശരിക്കും തിരുമേനിയുടെ ഒരു ചെറിയ കലവറ എന്ന് തന്നെ പറയാം. പക്ഷേ എത്ര പേർക്കുള്ള ഭക്ഷണമാണ് തിരുമേനി ഇവിടെ ഒരുക്കുന്നത്? നമ്മൾ എല്ലാ ദിവസവും 3000 പേർക്ക്, എല്ലാ ദിവസങ്ങളും 3000 പേർക്കുള്ള കലവറ. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ പറഞ്ഞു ചെറിയ കലവറയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് 3000 പേർക്കാണ് മിനിമം ഭക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഈ പച്ചക്കറിക്കൊക്കെ വലിയ വിലയായി. പച്ചക്കറി തിരുമേനിയുടെ സദ്യക്ക് രുചിക്കൊട്ടും മാറ്റമില്ല. അപ്പൊ ഒരു കോംപ്രമൈസും ഇല്ലെന്നാണ്. ഇല്ല, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കോംപ്രമൈസ് ഇല്ല. അങ്ങനെയില്ല. അതിനിപ്പോ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇലക്കൊക്കെ പണ്ട് 1 രൂപ, ഇപ്പൊ ഇല 7. ശരിക്കും എത്ര രൂപയ്ക്കാണ് ഇല? നല്ല ഇല കിട്ടുന്നുണ്ട്. ഇല എത്ര രൂപയ്ക്കായിരുന്നു തിരുമേനി ഞാൻ തുടങ്ങിയത്? സദ്യ എന്ന് പറയുമ്പോൾ ഇല തന്നെ 50 പൈസക്ക് തുടങ്ങിയ സ്ഥലത്ത് നമുക്ക് ഇന്നിപ്പോ 7 രൂപ വരെ ഇലയിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണല്ലോ പച്ചക്കറി അടക്കമുള്ളതിനെല്ലാം വില അടക്കം നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ സാധാരണ ഇവ ഒരു മാസമായിട്ട് ഈ ഭക്ഷണം തയ്യാറാക്കുമ്പോഴത്തേക്കും അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്രമീകരണങ്ങൾ അല്ലെ അതോ ഇങ്ങനെ ഒരു? അല്ല, നമ്മുടെ കയ്യിലൊരു കണക്കുള്ള 100 പേർക്ക് കൊടുക്കാവുന്നതിൻ്റെ ഒരു യൂണിറ്റാണ്. അതിപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അത്ര വേണം കൊടുക്കാൻ പറ്റും. 3000 പേർക്കാണ് അതിൻ്റെ 30 ഇത് 100 into 30 ആയി കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കിട്ടിക്കഴിയും. അപ്പോൾ അതാണ് എടുക്കുന്ന എല്ലാ സാധനത്തും നമുക്ക് ആ ഒരു കണക്കാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ 100 താഴെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിവിഷൻ വെച്ചാൽ ശരിയാവില്ല. 100 താഴെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൈയളവാണ്. ഞങ്ങളുടെ എല്ലാ പണിക്കാരും അതെ ഒരു കയ്യിൽ കിട്ടുന്ന ഒരളവാണ്. അവർക്ക് ആ കളവ് കിട്ടാണ്ട് വരും. അപ്പം എനിക്കാണെങ്കിൽ ഒട്ടും കിട്ടില്ല. ഒരു 50 പേർക്ക് വയ്ക്കാൻ പറഞ്ഞാൽ അത് എപ്പോൾ കൊളായെന്ന് നോക്കിയാൽ മതി. കാരണം അതാണ് പഴയ തിരുമേനിയുടെ ഒരു 5 പേർക്കുള്ള സദ്യ ഒരുക്കാൻ പറഞ്ഞു തിരുമേനി വെട്ടുപോല്ലേ. പിന്നെ പക്ഷേ കുക്കറി ഷോയിൽ നിന്ന് നമ്മൾ കാണിക്കും അത് ഇങ്ങനെയാണ്. പക്ഷെ അതിനെ കാണിക്കല്ലോ, ആരും കഴിച്ചു നോക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാമല്ലോ. അതാണ് തിരുമേനിയുടെ മിനിമം ഒരു 10,000 പേരെങ്കിലും പറയണം എന്നുള്ളതാണ് കണക്കല്ലേ. ആളുടെ എണ്ണം കൂടുന്നതോടെ നമുക്ക് ഉത്സാഹം കൂടിക്കൊണ്ടിരിക്കല്ലേ. അതെ. തിരുമേനി നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിലേക്ക് വരാം. തിരുമേനി പറഞ്ഞു ഇത്രയും കുട്ടികൾക്ക്, ഈ കുട്ടികളൊക്കെ അവര് കഴിച്ചിട്ട് അവർക്ക് ഓക്കെ നമ്മളിപ്പോൾ എന്ത് കൊടുത്താലും വേണ്ടാന്ന് പറയുന്നൊരു സാധനം ഭക്ഷണം മാത്രമാണ് തിരുമേനി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവിടെ കിട്ടുന്ന നല്ല ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷം, അത് ശരിക്കും തിരുമേനിക്ക് ഭയങ്കര ഒരു എനർജി അല്ല? അത് പോസിറ്റീവ് എനർജിയാണ്. ഓരോ കലോത്സവങ്ങൾ കഴിയുമ്പോഴും നമ്മളെ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, റീചാർജ് ചെയ്യുക ഓരോ കലോത്സവങ്ങളും. തിരുമേനി ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഇപ്പോൾ ഒത്തിരി ആധുനിക മിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല പിച്ചാത്തി രാഗി എനിക്ക് അങ്ങനെ അരിയുന്ന ഒരു സംവിധാനമാണ്. അത് മാനുവലാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പീസ്, അത് നമുക്ക് എങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. ഇതൊക്കെ മെഷീനിൽ പിടിച്ചാൽ അത് അങ്ങോട്ട് ചതഞ്ഞു പോകും, കിട്ടൂല. സ്ക്വയർ പീസ് കിട്ടണം. അതെ, പഴയടൻ രുചിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് തിരുമേനി ഇപ്പൊ പറഞ്ഞത്. കൈകൊണ്ട് അരിഞ്ഞ് തന്നെ എടുക്കണം. എത്ര മെഷീൻ വന്നിട്ടും കാര്യം. എനിക്ക് തോന്നുന്നു തേങ്ങ മാത്രമാണെന്ന് തോന്നുന്നു. തേങ്ങ പിന്നെ നല്ല സവാള അരിഞ്ഞെടുക്കാം. ഇതൊക്കെ നമ്മൾ മെഷീനിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പോകും. അതാണ് ആ കൈക്കണക്ക്. പക്ഷെ അവർക്കെല്ലാം ഉണ്ട് ആ കൈക്കണക്ക്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കറക്റ്റായിട്ട് കാണാം അവരെത്ര കൃത്യമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം
മുറിച്ച് എടുക്കുന്നെന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടെ വന്ന പോലെ നോക്കുമായിരുന്നു. തിരുമേനി നമ്മളോടൊക്കെ നിൽക്കുകയാണെങ്കിലും ഒരു കണ്ണ് എപ്പോഴും കലവറ തന്നെയാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണല്ലോ, നമ്മൾ ആരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഇത് വേണമല്ലോ. ഇനിയിപ്പോൾ അടുപ്പത്ത് കയറ്റാറാവുന്നതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ റെഡി ആകുന്നുണ്ടോ നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. ഈ ശരിക്കും തിരുമേനിയുടെ ഉറക്കം വലിയ പ്രശ്നമായിരിക്കുമല്ലോ. 12 to 2, അതായത് രാത്രി 12 മുതൽ 2 മണി വരെ അത് ഉറങ്ങും. ആ ശീലം എത്ര കാലമായി തുടങ്ങി? എത്ര പീക്കായിട്ടുള്ള ജോലി ഉണ്ടെങ്കിലും ആ 2 മണിക്കൂർ ഞാൻ ഉറങ്ങും. അങ്ങനെ ഉറങ്ങും. അപ്പൊ ഒപ്പം നിൽക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അല്ല, അവർ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടില്ല, ഏതെങ്കിലും സമയത്ത് ഉറങ്ങും. അപ്പൊ ഒരു ഷെഡ്യൂൾ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുക. അത് അവർ തമ്മിൽ അത് മാനേജ് ചെയ്തോളും. തിരുമേനി, ഓണക്കാലത്ത് നമ്മൾ സദ്യയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ശരിക്കും ഈ കേരളത്തെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 സദ്യയായിട്ട് ബേസിക്കായിട്ട് തിരിക്കാൻ തോന്നുന്നു. ഒന്ന് മലബാർ മേഖല, മധ്യ ഓണാട്ടുകാരുടെ, പിന്നെ തെക്കൻ മേഖല. അങ്ങനെയാണല്ലേ? എങ്ങനെയാണ് തിരുമേനി കേരളത്തിലെ ഭക്ഷണ രീതിയാണ് 3 ദിക്കിലും 3 രീതിക്കാണ്. തിരുവനന്തപുരം ശൈലല്ല, വടക്കോട്ട് ചെല്ലുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും നീട്ടിയിരിക്കുന്ന സാധനമാണ് നീട്ടിപ്പുളിശ്ശേരി, അല്ല പുളിശ്ശേരി എന്ന് പറയും. വടക്കത്തോളത്തെ കുറുക്കാളിനായി ചമ്മന്തിക്കാളിനായിട്ട് മാറും. അങ്ങനെ ഒരു അത് ഉണ്ടാക്കുന്നതിലും വ്യത്യാസമുണ്ട്, കഴിക്കുന്നതിലും വ്യത്യാസമുണ്ട്, വിളമ്പുന്നതിലെല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഓണക്കാലത്ത് സംബന്ധിച്ചാൽ ഓണത്തിനൊരു കൃത്യമായ ഒരു ഭക്ഷണത്തിൻ്റെ അകത്ത് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഓണം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഐക്യകേരളത്തിന് ശേഷം മലബാറും കൂടി യോജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭക്ഷണ സംസ്കാരം കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓണം ഭക്ഷണത്തിന് പോലെ അവർക്ക് നോൺ നിർബന്ധമാണ്. അത് കോഴിക്കോടിനപ്പുറം ഉണ്ട്, കോഴിക്കോടിനിപ്പുറം ഇല്ല കേട്ടോ. കോഴിക്കോടിനപ്പുറം വളരെ ഓർത്തഡോക്സ് ആയിട്ട് അല്ലാത്ത എല്ലാ ആൾക്കാരും നോൺ വയ്ക്കുന്നുണ്ട്. അപ്പം പിന്നെ ഓണസദ്യ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാൻ പറ്റില്ല. ഓണത്തിന് വെജിറ്റേറിയൻ സദ്യ ആകാവുള്ളൂ, അത് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആരോടും പറയാൻ പറ്റില്ല. ഈ സദ്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരുമേനി ആറന്മുള വള്ളസദ്യ 62 ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. അത് അതിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അഷ്ടരോഹിണി വള്ളസദ്യക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊരു വലിയ ടാസ്ക് ആണല്ലേ? അഷ്ടരോഹിണി വള്ളസദ്യ 30,000 ആളാണ് വരിക. അതെ. അവരെന്ത് ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. അത് ഈ വള്ളസദ്യ എന്നാണല്ലോ പറയുന്നത്. വള്ളത്തിൽ വരുന്ന ആൾക്കാർ അത് ശരിക്കും അതിൻ്റെ അത് സെലക്റ്റഡ് ആയിട്ടുള്ള 10, 20, 30 പേരുള്ള അവർക്ക് എല്ലാ ഐറ്റംസ് കൊടുക്കണം, ചോദിക്കുന്ന ഐറ്റംസ് എല്ലാം കൊടുക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ നോർമൽ സദ്യയുടെ വിഭവങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ശരിക്കും നമ്മൾ ഓരോ കലോത്സവത്തിന് എത്തുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം എന്താണ് തിരുമേനി വെക്കുന്ന സ്പെഷ്യൽ എന്നുള്ളതാണ്. അല്ല, അങ്ങനെയായി മാറിക്കഴിഞ്ഞു. ഏതെങ്കിലും ഐറ്റം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, വൃത്തിയുള്ളിടത്തോളം കൊടുക്കും കേട്ടോ. കാരണം ഈ ചേനയിലൊക്കെ പായസം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അത് നമുക്ക് കിട്ടുന്ന ചേന എങ്ങനെയാണെന്ന് നോക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല ചേന കിട്ടാറുണ്ട്. നല്ല ചേന കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഇവിടുന്ന് ചേന പറിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ. പക്ഷേ അതിന് ലൈഫ് കുറവ് ചേന പായസത്തിന്. കാരണം അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട്, ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് ചെറിയ കമള പൊട്ടി വരും. 3.5 മണിക്കൂർ കൂടുതൽ അതിന് പായസം ഇരിക്കില്ല. അപ്പോൾ നമ്മളൊരു ഈ കലോത്സവത്തിന് വയ്ക്കുമ്പോൾ തന്നെ ആദ്യത്തെ 3.5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ആ പായസം കൊടുക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണിക്കൂർ കഴിഞ്ഞാൽ 12, 1, 2, 2:30 വരെ കൊടുക്കുള്ളൂ. 2:30 കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഉണ്ണാനുണ്ടെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും പായസം വെച്ച് കൊടുക്കും. കാരണം ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സദ്യ ഭയങ്കര കഴിക്കാൻ നല്ല രസമാണ്, മനോഹരമാണ്. സദ്യ വിളമ്പി വെച്ചേക്കുന്നത് കാണാൻ മനോഹരമാണ്. പക്ഷെ ഇതിന്റെ കലവറ അത്ര മനോഹരമല്ല, നല്ല ചൂട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് ഗ്യാസിലേക്ക് കലവറ നല്ല ചൂടാണ്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. കലവറയും ഈ കട്ടിങ് ചെയ്യുന്ന സ്ഥലം ഇവിടെ എല്ലാം ചൂടാണ്. പക്ഷെ എന്നാലും നമ്മുടെ തിരുമേനി ഇപ്പോഴും കാണാൻ നല്ല മനോഹരമായി സുന്ദരനായിട്ടിരിക്കുകയാണല്ലേ. നമ്മുടെ മറ്റൊരു മാവേലി പോലെ തന്നെയാണ്. അതിന്റെ രഹസ്യം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഗുണം, നമ്മുടെ മനസ്സിൽ. അല്ല തിരുമേനി, അതിന്റെ ഒരു രഹസ്യം എന്താണ് ശരിക്കും? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമ്മൾ എല്ലാത്തിനും വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്നുള്ളൂ. എന്ത് വന്നാലും നമ്മൾ കൂളായിട്ട് നോക്കുക. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ തികയാണ്ട് വരും, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ വരും. ഏതെങ്കിലും സാധനം ഡാമേജ് ആയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ അടിച്ചിട്ട് മാറി നിന്നൊരു കാര്യമില്ല. അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവണമെന്ന് നമ്മൾ ഈ സൈലൻസ് വളരെ സൈലൻ്റ് ആയിട്ട് ഇതിനൊക്കെ വാച്ച് ചെയ്യുന്ന ഈ ഒരു രീതി നമ്മൾ ശീലിച്ചെടുത്ത്. ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദാ ഇവിടെ അപ്പുറത്ത് ഇതുപോലെ തിളച്ച് മറിയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? അതുകൊണ്ട് നോക്കിയാലോ? അങ്ങോട്ട് നോക്കല്ലേ? ചില വാർത്തകൾ കേട്ടിരിക്കും. അപ്പൊ പപ്പടം കിട്ടാത്തതിന് അടിയുണ്ടാക്കി, മോരൊഴിക്കാത്തതിന്, ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടല്ലേ? ചിലർ ഓർഡർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, അതിനൊക്കെ കാരണം ശരിക്കും ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ ഈ സമയത്തിന്റെ ഏറ്റവും വലിയ ശാപമായ ലഹരികളാണ്. ലഹരി ഇല്ല എന്നൊരു ഒരാളും അങ്ങനെ തയ്യാറാവില്ല. സാമാന്യ ബോധത്തിൽ നിൽക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകില്ല. അത് അല്ലാത്ത ആൾക്കാരെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ എന്തായാലും പഴയടം തിരുമേനിക്ക് ലഹരി പാചകം തന്നെയാണ്. ലഹരി പാചകം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരല്പം കുടുംബവിശേഷം കൂടെ ആയിക്കല്ല. ഒരു മോൻ ഒപ്പം ഉണ്ട്. മോനുണ്ട്, യദുവാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നോക്കുന്നത്. ആണല്ലേ?
അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ കാറ്ററിംഗിന്റെ ഒരു മേഖലയിലേക്ക് കാറ്ററിംഗ് ഉണ്ട്, പക്ഷെ അവർ കുറച്ചുകൂടി ഇൻഡസ്ട്രി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടിട്ടാണ് റെസ്റ്റോറൻറ്റ് ലൈനിലേക്ക് മാറുന്നത്. ആണല്ലേ? ശരിക്കും അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു. അതെ 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 അതെ, അങ്ങനെ തന്നെയാണ് എൻ്റെ ഗുരുവായിട്ട്. മോനും മോളും പാചകരംഗത്താണ്. മോളും അതെ, മോള് മാളവിക. മാളവിക യദുവിൻ്റെ വൈഫ് അമൃത ഉണ്ട്, അവളും പാചകരംഗത്താണ്. കാരണം അവരൊക്കെ അകത്ത് നമ്മുടെ അവിടെ ഹോം പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്ന എൻ്റെ വൈഫ് ശാലിനിയും അമൃതയും കൂടെ കൂടിയിട്ടാണ്. പിന്നെ മാളവികയുടെ ഹസ്ബൻഡ് മിഥുനുണ്ട്, അവരോട് കൂടി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ഈ സദ്യയിലേക്ക് തിരിച്ചു വന്നാലേ ഇലയിൽ കുത്തരി ഇടുന്നതാണോ വെള്ളരി ഇടുന്നതാണോ തിരുമേനിക്ക് ഇഷ്ടം? ഇല ചെമ്പാവ് പുന്തലിനും ചോർന്നല്ല പാട്ട് തന്നെ. അതെ അതെ, അപ്പൊ ചെമ്പാവാണ്, കുത്തിരി തന്നെയാണ് ഇടേണ്ടത് ശരിക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർ ആവശ്യപ്പെടാറുണ്ട് തീരദേശങ്ങളിൽ, കേരളത്തിലെ തീരദേശങ്ങളിലാണ് കൂടുതലും വെള്ളരി ചോദിക്കുന്നത്. അതിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. തൃശ്ശൂരേക്ക് കിടന്ന അവിടെ ഉണ്ട്, അവിടെ കുറുവാണ്. പാലക്കാടാണ് മഞ്ഞക്കുറുവ, അല്ലെങ്കിൽ വെള്ളക്കുറുവ. കോഴിക്കോട് ഓരോ കുറുവ, തൃശ്ശൂരത്തെ CC ചെറുമണിയരി. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതാ സ്ഥലത്തിലും ബാരി നമ്മൾ വാങ്ങുള്ളൂ. ഈ കോട്ടയത്തുള്ള തിരുമേനി എങ്ങനെയാണ് കേരളത്തിന്റെ മൊത്തം രുചിക്കൂട്ട് കൈക്കലാക്കി? അത് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും അവരോട് ഏതരി വയ്ക്കേണ്ടത് ചോദിച്ചാൽ അതവിടെ വാങ്ങും. കോട്ടയത്തും എറണാകുളത്ത് ഇവിടെയൊക്കെ ഞങ്ങൾ കുത്തിരി തന്നെ ഉപയോഗിക്കും. അതെ അതെ. എന്തായാലും ഈ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ഈ ഓണക്കാലമാണ്, ഇതാ സദ്യക്ക് മുമ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രേക്ഷകരെല്ലാം സദ്യ ഉണ്ണാൻ തയ്യാറായി ഇരിക്കുകയാണ്. ഒരു നല്ല സദ്യ എങ്ങനെ കഴിക്കണമെന്നാണ് തിരുമേനിക്ക് പറയാനുള്ളത്? അത് നല്ല സദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സദ്യ വിളമ്പിക്കഴിഞ്ഞാൽ അത് ഷഡ്രസങ്ങളിൽ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്നത്. അത് വളരെ ശാസ്ത്രീയമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും കൂട്ടി കഴിക്കണം. അപ്പോൾ പരിപ്പ് വിളമ്പി കഴിക്കുന്ന ആൾക്കാർ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ പരിപ്പ് വിളമ്പി കഴിക്കരുത്. കാരണം ഗ്യാസിൻ്റെ ഇൻഫെക്ഷൻ വരും. ഗ്യാസിൻ്റെ ഇൻഫെക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നെയ്യ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കാളൊരു പുളിയുണ്ടെങ്കിൽ, പുളിശ്ശേരിക്ക് പുളിയുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓലൻ എന്ന് ഇപ്പം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും വല്ല പായസം കഴിച്ചതിന് ശേഷം നമ്മൾ മോര് കഴിക്കാറുണ്ട്. പായസത്തിന് മുമ്പ് മോര് കഴിക്കാൻ പാടില്ല. പായസം കഴിച്ചതിന് ശേഷം വരുന്ന മധുരം കൂടുതൽ വന്നിട്ട് നമുക്കൊരു ചെറിയ ചെടിപ്പ് വരാറുണ്ട്. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മോര് കഴിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശീലിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ഓർമ്മയിലുണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന സദ്യയുടെ ഗുണം കഴിക്കുന്ന ആൾക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പലപ്പോഴും പഴയിടം രുചിയിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലർക്കും സദ്യ കിട്ടാതെ പോകുന്നൊരു പരാതിയൊക്കെ ഉണ്ട്. അതിനെന്തെങ്കിലും മാർഗം കണ്ടുവച്ചിട്ടുണ്ടോ ഈ കുറി? അല്ല, അത് നമ്മൾ നോക്കുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. അത് തിരക്ക് വന്നാലോ ഒന്ന് നമ്മൾ മാത്രം വിചാരിച്ചു തരില്ല. വരുന്ന ആൾക്കാരെ കുറച്ച് ക്ഷമ കൂടി അവർ കാണിച്ചാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ഇപ്പോൾ പഴയിടം ഉള്ളത്? നമുക്ക് കോട്ടയത്തുണ്ട്, കോട്ടയത്ത് വർഷങ്ങളായിട്ടുണ്ട്. പഴയിടം ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, പാലാ, ഗുരുവായൂർ, ചങ്ങനംകുളം ഇത്തരം സ്ഥലത്ത് പോകുന്നു. അതും എനിക്കും തോന്നുന്നു തിരുമേനി ഇങ്ങനെ ഓരോരുത്തരെ വിശ്വസ്തരാരെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു നോട്ടം അവിടെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതും തിരുമേനിയുടെ തന്നെ കൈപ്പടയിലാണ്. നമ്മുടെ എല്ലാ കിച്ചൺ സ്റ്റാഫ്, സർവീസ് സ്റ്റാഫ് എല്ലാം നമ്മുടെ ആൾക്കാരനാണ്. അതിൻ്റെ മാനേജറിൻ്റെ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പക്ഷേ ഓവറോളായിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഈ പഴയിടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പലരും ചില പേരുകൾ മാത്രം എടുത്തിട്ട് പല ഏജൻസികൾക്ക് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ പഴയിടം രുചി അങ്ങനെയല്ല. പഴയിടത്തിൻ്റെ കൈപുണ്യം പഴയിടത്തിൻ്റെ കയ്യിലൂടെ തന്നെയാണ് എത്തുന്നത്. അങ്ങനെ തന്നെയല്ലേ തിരുമേനി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ്. ശരിക്കും ഈ കൊച്ചുകുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങി. ശരിക്കും ഒരു വലിയ ഒരു VIP-ക്ക് ഭക്ഷണം കൊടുത്തിട്ട്, ഇപ്പോൾ പേര് പറയണമെന്നില്ല, ആഹാ എന്ന് പറഞ്ഞല്ലേ എനിക്ക് ഒരുപാട് സംതൃപ്തി കിട്ടുന്നത്. അതാണോ ഇഷ്ടം, അതോ കൊച്ചുകുട്ടികൾ വന്ന് കഴിച്ചിട്ട് ആഹാ എന്ന് പറയും? ഏതാണ് തിരുമേനി ഏറ്റവും കൂടുതൽ സംതൃപ്തി? എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന സന്തോഷം, അത് കൊച്ചുകുട്ടിന്ന് വലിയ ആൾക്കാരെന്നുള്ള ഡിസ്ക്രിമിനേഷൻ അല്ല, എല്ലാവർക്കും ഒരുപോലെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം പിന്നെ അത് ആരൊക്കെ സന്തോഷം വന്നാലും നമുക്ക് സന്തോഷം. നീ വളരെ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടെ, നാട്ടുകാരെ മൊത്തം അല്ലെങ്കിൽ ലോകരെ മൊത്തം ഇങ്ങനെ ഭക്ഷണമൊക്കെ അടിപൊളിയാക്കി കൂട്ടുകയാണ്. തിരുമേനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ചോദിച്ചാൽ? എനിക്കിഷ്ടം പുളിയില്ലാത്ത തൈരും കണ്ണിമാങ്ങ. അടിപൊളി. കണ്ണിമാങ്ങൻ എങ്ങനെ വീട്ടില് ബർണിലിട്ട് വെച്ചിട്ടുണ്ട്? അങ്ങനെയാണ്. അപ്പൊ അതൊരു പഴയിടത്തിന്റെ സ്പെഷ്യലാണ്. അതങ്ങ് പക്ഷേ എനിക്ക് തോന്നുന്നു സദ്യയിൽ ഇല്ലാന്ന് തോന്നുന്നു. ചില സ്പെഷ്യൽ സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പഴയിടത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടുമോ? പഴയിടം റെസ്റ്റോറന്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. പഴയിടം റെസ്റ്റോറന്റ് വന്നു കഴിഞ്ഞാൽ തിരുമേനിയുടെ സ്പെഷ്യൽ കണ്ണിമാങ്ങ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് തിരുമേനി പറയുമ്പോൾ ആ സന്തോഷത്തിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം തിരുമേനിയുടെ സദ്യവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. തിരുമേനിയോടൊപ്പമുള്ള വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും തീരുന്നതല്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിക്കും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സദ്യയുടെ ഒരു ചക്രവർത്തിയാണ്. ഈ ഓണത്തിന് മാവേലി ചക്രവർത്തിയായിട്ട് നമ്മളെ കാണാൻ വരുമ്പോൾ ഇക്കുറി സദ്യയുടെ ചക്രവർത്തിയെ ACV-യിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ഇനിയും ഒരുപാട് ലക്ഷങ്ങൾ, പതിനായിരങ്ങൾ അങ്ങയുടെ ഈ പാചക പുണ്യത്തിലൂടെ
അതിനൊരു വലിയ സന്തോഷമാണല്ലോ, അങ്ങനെ തന്നെയല്ലേ? ശരിക്കും ഒരു ആത്മ സന്തോഷം കിട്ടുന്നത് ആഹാ കൊള്ളാം. മതി എന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന ഒരേ ഒരു സാധനം ഭക്ഷണമാണ്. ഇനി മതി എന്ന് വേറെ ഏത് കൊടുത്താലും മതി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പോന്നോട്ടെ എന്ന് പറയും. അപ്പം മതി എന്ന് പറയുന്നത് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം ഇങ്ങനെയും വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഇങ്ങനെ പോകട്ടെ. എനിക്ക് തോന്നുന്നു ഈ പഴയിടം എന്ന ഒരു പേര് തന്നെ അന്വർത്ഥമാക്കി അത് പഴയിടം രുചിന്ന് തന്നെ എഴുതി ചേർത്തു അല്ലേ? അത് ശരിക്കും തിരുമേനി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ രുചി തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും അവകാശപ്പെടില്ല. ഞാനെന്നല്ല ആരായാലും അവകാശപ്പെടില്ലോ. അതെ. നമ്മുടെ രുചി നമ്മുടെ എക്സ്ക്ലൂസീവ് ആണ്. അത് പുറത്തൊരാൾ കിട്ടുന്നല്ലാത്തതുകൊണ്ട് അതിനൂടെ വരാൻ നമുക്ക് ധൈര്യമായിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാലോ. ഈ രുചി മാത്രമല്ല, അതിലൊരു മണമുണ്ട്, കാഴ്ചയുണ്ട്, ഇതെല്ലാം ഈ പഴയിടത്തിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് രുചി വരിക. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഓണനാളിൽ ഇത്രയും ഹൃദ്യമായി പഴയിടത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ തിരുമേനി നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചേർന്നുള്ള സന്തോഷവും നന്ദിയും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും പണി വളരെ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി കുറേ സമയം നമ്മൾ എടുത്തു, ഇനി പണി മുടക്കുന്നില്ല. വളരെ വേഗത്തിൽ സദ്യവട്ടങ്ങൾ തയ്യാറാകട്ടെ. പഴയിടത്തിന്റെ രുചി വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വളരെയധികം നന്ദി. നമസ്കാരം.